ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല, കാണാൻ വന്നത്. വളരെ നേരമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? പറയാം. എന്റെ പേര് റോബർട്ട്. ഞാൻ ശ്രീദേവി അന്വേഷിച്ചു വന്നാണ്. എന്തിന്? സുഹിക്കാൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വർമ്മയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീദേവി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമോ? ഇല്ല. അവളുടെ കള്ളക്കാമുകൻ ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വിനോദ് എന്നെ വെട്ടിയതിനാണ് ജയിലിൽ പോയത്. തിരിച്ചവൻ ജയിലിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ അവൻ അങ്ങോട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ വർമ്മ മുതലാളി മരിക്കില്ലായിരുന്നു. അതിനു മുമ്പേ അവനെ ഞാൻ വകവരുത്തിയേനെ. അവൻ നേരെ വന്നത് ഇങ്ങോട്ടാണ്, ശ്രീദേവിയുടെ നിർദ്ദേശം അനുസരിച്ച്. ഒരാഴ്ചയായി അവൻ വന്നിട്ട്. അതിനുള്ളിൽ അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും മുതലാളിയെ കൊന്നതും. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനത് തെളിയിച്ചു തരാം. രാജപ്പ, രാജപ്പ, എന്തോ? ഇവിടെ വാ. എന്താ സാർ? പോലീസിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു, അതേക്കുറിച്ച് അറിയാനാ. എന്താ സാർ? ഒരു ചെറുപ്പക്കാരൻ കൊച്ചമ്മ അന്വേഷിച്ച് ബംഗ്ലാവിൽ വരാറുണ്ടായിരുന്നു. ചെറുപ്പക്കാരനോ? അതെ, മോഡേൺ ഡ്രസ് ഇട്ട്, വെളുത്ത്, അല്പം പൊക്കം കൂടിയ ആള്. ഉവ്വ സാർ, 1-2 പ്രാവശ്യം കൊച്ചമ്മയെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? വണ്ടി നിർത്തിക്കേ. മിസ്റ്റർ ജഗദീഷ്, ആ ടെലിഫോൺ ബൂത്തിൽ കയറി നിന്ന് സംസാരിക്കുന്നവനാണ് കക്ഷി. തീർച്ചയായും അവൻ ശ്രീദേവിക്ക് ഫോൺ ചെയ്യായിരിക്കും. വേണമെങ്കിൽ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കൂ. ഒന്ന് ഫോൺ ചെയ്തോ. എൻഗേജിലാണല്ലോ. ഇനി ഒന്ന് ഡയൽ ചെയ്തോ, കിട്ടും. ഹലോ,
ഇതൊരു പുതിയ മൂവ്മെന്റ് ആണല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ സാർ. ആട്ടെ, നിങ്ങൾ പെറ്റീഷൻ കൊടുത്തോ? ഇല്ല സാർ. കൊടുക്കണം, ഉടൻ തന്നെ കൊടുക്കണം. ശരി സാർ. ഓക്കെ. മിസ്റ്റർ വിനയചന്ദ്രൻ, തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫയൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ എന്താ? സാർ, ബോഡി ബേൺ ചെയ്തതാണല്ലോ. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണോ മിസ്സിസ് വർമ്മ പറഞ്ഞു വരുന്നത്? അതെ. പ്രോപ്പർട്ടീസ് പലതും നിങ്ങളുടെ പേരിലാക്കാൻ നിർബന്ധിച്ചതിന്റെ കാരണം? ഞാൻ നിർബന്ധിച്ചതല്ല, പുള്ളി സ്വമനസാല ചെയ്തതാണ്. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണെന്നാണല്ലോ ജഗദീഷ് പറഞ്ഞത്. ജഗദീഷ് അങ്ങനെ പറയില്ല. കാരണം? അയാൾ വിശ്വസ്തനാണ്. ആർക്ക്? നിങ്ങൾക്കോ അതോ മിസ് വർമ്മയ്ക്കോ? ഞങ്ങൾ രണ്ടുപേർക്കും. മിസ്റ്റർ വിനോദിനെ നിങ്ങൾക്കറിയാമോ? മിസ്റ്റർ വിനോദിനെ നിങ്ങൾ അറിയുമോ എന്ന്? ഏത് വിനോദ്? ഏത് വിനോദിനെ അറിയാം? എനിക്കറിയില്ല. ഒരു വിനോദിനെ അറിയില്ലേ? ഇല്ല. ഈ ഫോട്ടോ ശ്രീദേവിയുടേതാണോ? അതെ. ഈ അടുത്ത് നിൽക്കുന്ന ആരാ? മിസ്സിസ് വർമ്മ, റിലാക്സ്, റിലാക്സ്. സത്യം പറയടാ റാസ്കൽ. അയ്യോ അയ്യോ, സത്യം പറഞ്ഞിലേക്ക് കൊന്നു കളഞ്ഞു. വർമ്മയെ കൊന്ന അന്ന് രാത്രി. കൊന്നതോ? അതെ, അന്ന് രാത്രി വർമ്മയ്ക്ക് നീയല്ലേ പാല് കുടിക്കാൻ കൊടുത്തത്? അയ്യോ, ഞാനല്ല പാല് കൊടുത്തത്. അയ്യോ, വർമ്മ സാർ രാത്രി പാല് കുടിക്കാറില്ല. പാല് കുടിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഉവ്വ്, ഒന്ന് രണ്ട് പ്രാവശ്യം ബംഗ്ലാവിൽ വന്നിട്ടുണ്ട്. ആരെ കാണാനാ? മിസ്റ്റർ വർമ്മയെ കാണാനോ അതോ ശ്രീദേവിയോ? കൊച്ചമ്മയെ കാണാൻ. നീ നാളെ സ്റ്റേഷനിലേക്ക് വരണം. ഓ, വരാവേ. ആരുമില്ലേ ഇവിടെ? ആരായി വിനോദ്? ഞാനാ. ഇത് നിങ്ങളുടെ വീടാണോ? അല്ല, എന്റെ സ്നേഹിതന്റെ. അയാളുടെ പേരെന്താ? ബഷീർ, ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാ. ഓഹോ, നിങ്ങൾ വർമ്മ മുതലാളിയുടെ ഭാര്യ ശ്രീദേവി അറിയോ? വിവാഹത്തിന് മുമ്പ് അറിയും. മിസ്റ്റർ വർമ്മയുടെ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങൾ ശ്രീദേവിയെ കാണാൻ ചെന്നിരുന്നല്ലോ. എന്തിനാ? ഞാനിവിടെ പോയിട്ടേ ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. വർമ്മയുടെ കൊലപാതകവും നിങ്ങളെയും ചേർത്ത് ഒരു പെറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കോൺസ്റ്റബിൾ സാർ, ഇയാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒന്ന് എഴുതിയെടുക്കുക. സാർ. എന്താണ് പേര്? വിനോദ്. ഹലോ. ഡോക്ടർ ഉണ്ടോ? ഇല്ലല്ലോ, ഹോസ്പിറ്റലുണ്ടാവും. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. സോറി, ഇവിടെ എത്തിയിട്ടില്ല. ഡോക്ടർ വന്ന ശ്രീദേവി വിളിച്ചിരുന്നു. അർജന്റായി ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. ഡോക്ടർ ഇവിടെ? അവിടെയുണ്ട്. എന്താ പോലീസ് അന്വേഷിച്ചു വന്നു? അതെ. ഓ, അതൊന്നും കാര്യാക്കണ്ട. അതെല്ലാം പോലീസിന്റെ ഒരു തരം വേലയല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ? എന്ത് പ്രശ്നം? ആത്മഹത്യ തന്നെ. ഓ, ഇനിയിപ്പൊ കത്തിച്ച് ആരെല്ലാം കൂട്ടി നോക്കാൻ പോകുന്നു. മിസ്റ്റർ വിനോദ്, നിങ്ങൾ പേടിക്കണ്ട. എന്തു വന്നാലും ഞാൻ ഏറ്റു. ഞാൻ IJ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ഞാനല്ലേ ഉള്ളത്. അടുത്ത നിമിഷം വെളിയിൽ കൊണ്ടുവരും. നിങ്ങൾ പതറാതിരുന്നാ മതി. നിങ്ങളവിടെ പോയിട്ടില്ല, അത് തന്നെ. എന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. ഗുഡ്. പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് വർമ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിനെ ഞാൻ പിന്തിരിപ്പിച്ചതാണെന്ന്
ഐജിയോട് രഹസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എന്നെ വിശ്വാസവുമാണ്. വിനോദ്, ആ സിന്ധുമോള് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റി. ഞാനില്ലാത്തപ്പോൾ ഇവിടെ നിർത്തുന്ന അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ സമയമില്ല. ആ വിനോദ് വെക്കോളൂ. ആ പൊയ്ക്കോളൂ. സിന്ധുമോൾ എവിടെ? സിന്ധുമോളെ ബോർഡിങ്ങിൽ ചേർത്തു. ഏത് ബോർഡിങ്ങിൽ? അറിയില്ല.